നേരത്തിലായിട്ട് ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ പഠിച്ചോനെ. ആളെ കിട്ടിപ്പോയി മതി. അതേപോലെ അടുത്ത കാലത്ത് ഞാൻ ഞെട്ടിപ്പോയ ഒരു ഡയറക്ടറാണ് ശങ്കർ സാർ. ബ്രഹ്മാണ്ഡമായ സിനിമകൾ എടുക്കുന്ന ശങ്കർ സാറ് എന്തൊരു സെൻസ് ഓഫ് ഹ്യൂമർ ആണെന്നറിയാമോ? ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാ. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. വരട്ടെ. ഭയങ്കര. ഞാൻ വിചാരിക്കും എന്തുകൊണ്ട് സാർ ഇത്രയും കാലം ഹ്യൂമർ പടങ്ങൾ ചെയ്തില്ല എന്ന്. ഇപ്പൊ നമ്മളൊരു കാര്യത്തില് ടടങ് ഈ ശബ്ദത്തിലാണ് അവിടെ ചെയ്യേണ്ടെങ്കിൽ ആ ശബ്ദം വരെ ഒന്ന് പറഞ്ഞു തരും. എന്റെ ഉഗ്ര ക്യാരക്ടറാണ് അതിനകത്ത്. ഓരോന്ന് ഞങ്ങളിവിടെ പാപ്പിച്ചായന്റെ വിഷമത്തിൽ പങ്കെടുത്തോണ്ടിരിക്കണേ. ബോഡി എപ്പോഴാ എടുക്കുന്നേ? ജയറാമേട്ടൻ്റെ കാര്യം പറഞ്ഞാൽ ഇത്രയും സൈഡ് റോളുകൾ, കൂതറ വളിച്ച സൈഡ് റോളുകൾ ചെയ്ത മറ്റൊരു മലയാള മെയിൻ സ്ട്രീം നടൻ കാണൂലേ? പറയിപ്പിക്കുന്ന ലെവല്. അതായത് കോപ്രായോ ഇദ്ദേഹത്തെ കൊണ്ട് കോമഡി ചെയ്യിപ്പിക്കുക. ഇത്രയും പ്രായമുള്ള ഇദ്ദേഹം അവിടെ പോയിട്ട് പണ്ട് കൗണ്ടർ മണി കാണിച്ചിട്ടുണ്ടാവില്ല ഇതുപോലത്തെ വരാം. എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞ് മുളകിട്ട് അങ്ങനെ തിന്നിടും. ഇത്രയും പ്രായമുള്ള ഇദ്ദേഹം അവിടെ പോയിട്ട് പണ്ട് കൗണ്ടർ മണി കാണിച്ചിട്ടുണ്ടാവില്ല ഇതുപോലത്തെ വരാതം. വടിവേലും ആയ കാലത്ത് കാണിച്ചിട്ടുണ്ടാവൂല. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. എന്നാലും പറയാ ജയറാമേട്ടൻ പോയിട്ട് ഇങ്ങനെ ഒരുമാതിരി ഉരുളക്കിഴങ്ങ് കഴിച്ച് വയറ്റുന്ന് പോകാത്ത പോലത്തെ കുറെ കോമഡികൾ, എക്സ്പ്രഷൻസും മൈദമാവ്, മാവീരൻ മൈദമാവ്. ഇദ്ദേഹത്തെ ലാസ്റ്റ് എസ് ഒരു ചവിട്ടി വെള്ളത്തിലിടും. ഇതാണ് ഇദ്ദേഹത്തിന്റെ റോള്. ആദ്യം നീ നിന്റെ പരിമിതികൾ മനസ്സിലാക്കുക. ഞാൻ പോട്ടെ, പോകാൻ വരട്ടെ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം.